എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള രണ്ടാം അലോട്ട്മെൻറ്റും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നിർദ്ദേശങ്ങൾ വന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോളേജിൽ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.kannur.university.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു രണ്ടാം അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതും അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിൽ കാണുന്ന കുറച്ച് നമ്പേഴ്സാണ്. അപ്പോൾ ആ ഒരു നമ്പർ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതും നിങ്ങൾക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 2024 ജൂൺ 19 വിദ്യാർത്ഥികൾ SBI പേ വഴി അത് നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ പേജിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് നിർബന്ധമായിട്ടും അടക്കേണ്ടതാണ്. മറ്റ് രീതികളിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ അഡ്മിഷൻ ഫീസ് 990 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. SC/ST വിഭാഗത്തിന് 920 രൂപയാണ് ആ ഒരു ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഒന്നാമത്തെ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു ഹയർ ഓപ്ഷൻ ലഭിച്ചാൽ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിശ്ചിത സർവകലാശാല അഡ്മിഷൻ ഫീസ് ഒടുക്കി കോളേജുകളിൽ പ്രവേശനം നേടാത്തവർ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ അലോട്ട്മെൻ്റ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫീസ് അടച്ച് നിങ്ങൾ കോളേജിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ കോളേജ് പ്രവേശനം 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് കോളേജിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ചെക്ക് ചെയ്തിട്ട് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ എപ്പോഴാണ് അഡ്മിഷൻ ഹാജരാവേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ ആ ഒരു ഡേറ്റിനകം വിദ്യാർത്ഥികൾ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ആ ഒരു നിശ്ചിത ദിവസത്തിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു കോളേജിലെ പ്രിൻസിപ്പാളിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികളോട് പ്രിൻസിപ്പാൾ മറ്റൊരു ദിവസം വന്ന് അഡ്മിഷൻ നേടിയാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവസരം നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോളേജുമായിട്ട് ബന്ധപ്പെടാൻ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശനം നേടുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ID നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. നിലവിൽ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ID ജനറേറ്റ് ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശന സമയത്ത് അതത് കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട്, അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ്, സർവകലാശാല അഡ്മിഷൻ ഫീസ് എന്നിവ ഓൺലൈനായിട്ട് അടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻറ്റ്, അതുപോലെ യോഗ്യതാ പരീക്ഷയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾക്ക് SLC സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അത് TC, അതുപോലെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അത് SC/ST വിഭാഗത്തിലുള്ളവരാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ OEC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഇതേ രീതിയിൽ കമ്മ്യൂണിറ്റി കാസ്റ്റ് തെളിയിക്കുന്നതിന് ആവശ്യമുള്ള ഏതെങ്കിലും രേഖയാണ് വേണ്ടത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖയായാലും മതിയാകും. അതുപോലെ EWS വിഭാഗമാണെങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് OBC SC/BC കാറ്റഗറിയിലുള്ളവർക്ക് ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ HSC VHSC THSC CBSC അതുപോലെ തന്നെ CISC NIOS കേരള +2 തുല്യത എന്നീ പരീക്ഷ ഒഴികെയുള്ള മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖ, അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റാണ് ആവശ്യമുള്ളത്. ഇനി താൽക്കാലിക പ്രവേശനം എങ്ങനെ നേടാം എന്നുള്ള കാര്യം നോക്കാം. താൽക്കാലിക പ്രവേശനം അത് ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ താൽക്കാലിക പ്രവേശനം നേടേണ്ടതാണ്. ഇതിനായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാക്കി പ്രവേശനം ഉറപ്പുവരുത്തണം. അത്തരം വിദ്യാർത്ഥികൾ മറ്റ് ഫീസുകൾ കോളേജിൽ അടക്കേണ്ടതില്ല. അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിൽ ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. അങ്ങനെ നിങ്ങൾ പിന്നീട് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും നിങ്ങളെ പുറത്താക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജുകൾ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻ നിലവിൽ ഇല്ലാതെ എല്ലാ വിദ്യാർത്ഥികളും മുഴുവൻ ഫീസും അടച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള തീയതികളിൽ സ്ഥിരപ്രവേശനമാണ് നേടേണ്ടി വരിക. കോളേജുകളിൽ സ്ഥിരപ്രവേശനം നേടുന്നവർ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്ത്
എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം അടുത്ത അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷൻസ് ലഭിക്കുകയാണെങ്കിൽ പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടേണ്ടി വരുന്നതാണ്. മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 8-ാം തീയതിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ നേരിട്ട് പോയിട്ടാണ് ഈ ഒരു ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റോ അഡ്മിഷൻ എടുക്കേണ്ടത്. ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് കോളേജിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നൽകുകയും അത് നേരത്തെ പറഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഫീസും കോളേജിൽ അടക്കാതെ തന്നെ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതും അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.